പഹൽഗാം ആക്രമണത്തിൽ താക്കീതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഴുവൻ ഭീകരരെയും പിടികൂടും. കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ കൊടുക്കുമെന്നും പ്രധാനമന്ത്രി. ഫ്രാൻസിസ് പാപ്പയെ അവസാനമായി കാണാൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വൻ തിരക്ക്. സംസ്കാരം ശനിയാഴ്ച. ഫ്രാൻസിസ് പാപ്പയ്ക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ച് വെള്ളിയാഴ്ച അനുസ്മരണ റാലി നടക്കും. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമാകുന്നു. പണി പൂർത്തിയായ ചെട്ടിയങ്ങാടി ജംഗ്ഷൻ കാന വൃത്തിയാക്കലിന്റെ പേരിൽ വീണ്ടും കുത്തിപ്പൊളിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിയ യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിൻ മോചിതനായി. ജെയിൻ കൂലിപ്പട്ടാളത്തിലെത്തിയത് ഏജന്റിന്റെ ചതിയിൽപ്പെട്ട്. മോചിതനായതിൽ ആശ്വാസമെന്ന് ജെയിൻ കുര്യൻ. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി പോലീസ്. ചിയാരത്ത് പുറകിൽ വന്ന് ബസ് കടത്തിവിടാതിരിക്കാൻ നടുറോഡിൽ മനഃപൂർവ്വം അപകടം സൃഷ്ടിച്ച് ബസ് ജീവനക്കാർ. ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ്സിലെ യാത്രക്കാർ ഭയചകിതരാകുന്നതിന്റെ സിസിടിവി ദൃശ്യം പുറത്ത്. അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിനും വെള്ളം കെട്ടിനിന്നുള്ള മാലിന്യ പ്രശ്നത്തിനും പരിഹാരമായി. ടിസിവി വാർത്തയെ തുടർന്നാണ് നടപടി. വാർത്തകൾ വിശദമായി. പഹൽഗാം ആക്രമണത്തിൽ താക്കീതുമായി പ്രധാനമന്ത്രി. ഭാരതത്തിന്റെ ആത്മാവിന്മേലുള്ള ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുഴുവൻ ഭീകരരെയും പിടികൂടും. കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ കൊടുക്കും. ഭീകരവാദികൾക്കും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കും തിരിച്ചടി നൽകും. ഭീകരർക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ശിക്ഷ നൽകും. ഇന്ത്യയുടെ സമാധാനം തകർക്കാൻ ഭീകരർക്ക് കഴിയില്ല. എന്ത് മാർഗം വേണോ അതെല്ലാം സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ത്യയിലുള്ള എല്ലാ പാക് പൌരന്മാരോടും 48 മണിക്കൂറിനകം രാജ്യം വിടാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ലഷ്കർ ഇ തൊയ്ബയുടെ കീഴിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിർത്തിയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഉദംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു സംഭവിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പാലസ് റോഡിൽ ചേംബർ ബിൽഡിംഗിന് സമീപം നടന്ന അനുശോചന ചടങ്ങിന് ചേംബർ പ്രസിഡന്റ് സജീവ് മഞ്ഞില, സെക്രട്ടറി സോളി തോമസ് കവലക്കാട്ട്, ട്രഷറർ ഷൈൻ തറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് യുവജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി അമർജ്യോതി സ്തൂപത്തിൽ ഭീകരവാദ വിരുദ്ധ ജ്വാല തെളിയിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോഫി ഉദ്ഘാടനം ചെയ്തു. യുവജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പള്ളി, സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ഉമേഷ്, അൻസാർ, ഷൺമുഖൻ വടക്കുംപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഫ്രാൻസിസ് പാപ്പയെ അവസാനമായി കാണാൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വൻ തിരക്ക്. വെള്ളിയാഴ്ച വൈകിട്ട് 10-ന് പൊതുദർശനം പൂർത്തിയാക്കി പേടകം അടയ്ക്കും. ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കുന്ന സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി പാപ്പയുടെ ഭൌതിക ശരീരം വത്തിക്കാനിലെ മേരി മേജർ ബസിലിക്കയിൽ എത്തിച്ച് അടക്കം ചെയ്യും. സംസ്കാര ചടങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സ്നേഹമുള്ളവരെ, വത്തിക്കാന് മുമ്പിലുള്ള പ്യാസയിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വത്തിക്കാൻ ബസിലിക്കയിൽ കൊണ്ടുവന്നതിന് ശേഷം 24 മണിക്കൂറുകൾക്ക് ശേഷവും ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ദർശിക്കുവാനായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പയോടുള്ള ജനത്തിൻ്റെ സ്നേഹം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അവസാനമായി മാർപ്പാപ്പയെ കാണുവാനായിട്ട് ഈ ബസിലിക്കയിൽ വന്നിരിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അതിലുപരി മാർപ്പാപ്പയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ച് തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച തൃശൂർ നഗരത്തിൽ അനുസ്മരണ റാലി നടക്കും. വൈകിട്ട് 4-ന് പുത്തൻപള്ളിയിൽ ബിഷപ്പുമാരുടെ കാർമ്മികത്വത്തിൽ അനുസ്മരണ ദിവ്യബലി അർപ്പിക്കും. തുടർന്ന് നഗരത്തിൽ അനുസ്മരണ റാലി നടക്കും. സെന്റ് തോമസ് കോളേജ് അങ്കണത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വിവിധ മതമേലധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും. പാപ്പയുടെ ഭൌതികദേഹം സംസ്കരിക്കുന്ന ശനിയാഴ്ച എല്ലാ പള്ളികളിലും പ്രത്യേക അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കും. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമായി മാറുന്നു.
പണി പൂർത്തിയായ ചെട്ടിയങ്ങാടി ജംഗ്ഷൻ കാന വൃത്തിയാക്കലിന്റെ പേരിൽ വീണ്ടും കുത്തിപ്പൊളിച്ചു. തൃശൂർ കോർപ്പറേഷൻ 10 കോടി രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്ന കൂർക്കഞ്ചേരി കുറുപ്പം റോഡിന്റെ കോൺക്രീറ്റ് പണികൾ പൂർത്തിയായെങ്കിലും നവീകരിച്ച റോഡിന് കാന നിർമ്മിക്കാത്തത് പ്രദേശത്തെ വ്യാപാരികളെയും കാൽനട യാത്രികരെയും ദുരിതത്തിലാക്കി. റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്തതോടെ കാൽനടയാത്രയ്ക്ക് ഇതുവഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കുറുപ്പം റോഡിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം ഇരച്ചുകയറി വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. നിലവിലെ ഖാനകൾ അടഞ്ഞുകിടക്കുന്നതും കടകളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കി. നിലവിൽ വ്യാപാരികൾ തന്നെ കടകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ മണ്ണിട്ട് ഉയർത്തുകയാണ്. കൂടാതെ റോഡിനിരുവശങ്ങളും മണ്ണിട്ട് ഉയർത്താത്തതിനാൽ കാൽനട യാത്രക്കാർക്കും ഇതുവഴി സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. കുറുക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് വരെയുള്ള കോൺക്രീറ്റ് റോഡിന് ഇരുവശവും കാനകൾ ഉയർത്തിപ്പണിതാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂ. കാന നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ ശാശ്വതമായ പരിഹാരം ഇനിയും അകലെയാണ്. TCV ന്യൂസ്, തൃശൂർ. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തി യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിനിന് മോചനമായി. ബുധനാഴ്ച രാത്രിയിലാണ് ജെയിൻ ഡൽഹിയിലെത്തിയത്. ഇതോടെ കുടുംബത്തിന്റെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമായി. തെക്കുംകര കുത്തുപാറ സ്വദേശിയായ ജെയിനിന്റെ സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ സ്വദേശിയായ ബിനിൽ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടിരുന്നു. ബിനിലിന്റെ മൃതദേഹം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇവർ ഏജന്റിന്റെ ചതിയിൽപ്പെട്ടാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിയത്. യുദ്ധമുഖത്തേക്ക് പോവുകയാണെന്നും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്നും യുദ്ധസ്ഥലത്തേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് കഴിഞ്ഞ ഡിസംബറിൽ അവസാനമായി വീട്ടുകാർക്കയച്ച ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഇവരെ തിരികെ കൊണ്ടുവരാൻ ബന്ധുക്കൾ ഏറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജെയിൻ കുര്യനെ വീണ്ടും സൈനിക ക്യാമ്പിലേക്ക് നീക്കാൻ ശ്രമം നടക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് അപ്രതീക്ഷിതമായി ജെയിൻ മോചിതനായത്. റഷ്യൻ സൈന്യവുമായി കരാർ കാലാവധി അവസാനിച്ചെങ്കിലും കരാർ പുതുക്കി വീണ്ടും സൈന്യത്തിൽ ചേർക്കാനാണ് ശ്രമമെന്ന് സംശയിക്കുന്നതായി ജെയിൻ പറഞ്ഞിരുന്നു. ജനുവരി 6-നാണ് വയറിനും മറ്റും പരിക്കേറ്റ് ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ജെയിനിനെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തന്റെ ദയനീയാവസ്ഥ ഇംഗ്ലീഷിൽ വിവരിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ജെയിൻ കുര്യൻ നടത്തിയിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ രാത്രിയിൽ ജെയിൻ ഡൽഹിയിൽ എത്തിയത്. TCV വടക്കാഞ്ചേരി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തി യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിൻ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിലെത്തിയ ജെയിനെ മാതാവ് ജെസിയും പിതാവ് കുര്യനും നിറഞ്ഞ കണ്ണുകളോടെയാണ് സ്വീകരിച്ചത്. ജെയിൻ എത്തുന്നതറിഞ്ഞ് പരിസരവാസികളും നാട്ടുകാരും എത്തിയിരുന്നു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, കോൺഗ്രസ് നേതാക്കളായ ജോസ് വള്ളൂർ, NR സതീശൻ, രാജേന്ദ്രൻ അരങ്ങത്ത്, PG ജയദീപ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ഒരിക്കലും തിരിച്ചെത്തുമെന്ന് കരുതിയതല്ല എന്നും പരിക്കിൽ നിന്ന് മോചിതനായി തിരികെ ക്യാമ്പിൽ എത്തിക്കുന്നതിനിടെയാണ് മലയാളി അസോസിയേഷൻ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് തിരികെ ഡൽഹിയിൽ എത്തിച്ചതെന്ന് ജെയിൻ പറഞ്ഞു. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. ആനന്ദപുരം കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ പരേതനായ സുധാകരന്റെ മകൻ 29 വയസ്സുള്ള യദുകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഷാപ്പിൽ വിഷ്ണു വഴക്കുണ്ടാക്കിയതറിഞ്ഞ് പിടിച്ചുമാറ്റാൻ എത്തിയതായിരുന്നു യദുകൃഷ്ണൻ. ഇതിനിടെ വിഷ്ണു കള്ളുകുപ്പികൊണ്ട് യദുകൃഷ്ണനെ തലയ്ക്കടിക്കുകയും മരപ്പലക കൊണ്ട് പുറത്തടിക്കുകയുമായിരുന്നു. അടിയേറ്റ് വീണുകിടന്ന യദുകൃഷ്ണനെ പുതുക്കാട് പോലീസ് എത്തിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. രാത്രി 11 മണിയോടെ മരണം സംഭവിച്ചു. സംഭവശേഷം ഷാപ്പിൽ നിന്നിറങ്ങിയ പ്രതി രാത്രി വൈകി വീട്ടിലെത്തിയിരുന്നു. പൂട്ടിക്കിടന്ന വാതിലിന്റെ താഴ് കരിങ്കല്ലുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചു. രാവിലെ പത്രം വായിച്ചിരിക്കുന്നതിനിടെയാണ് യദുകൃഷ്ണൻ മരിച്ച വിവരം വിഷ്ണു അറിയുന്നത്. പിന്നീട് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട വിഷ്ണുവിനെ ആയുർവേദ മരുന്ന് കമ്പനിക്കരികിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത്. അവിവാഹിതനാണ് കൊല്ലപ്പെട്ട യദുകൃഷ്ണൻ. ആനന്ദപുരത്ത് സഹോദരനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ വിഷ്ണു രാത്രി മുഴുവൻ പോലീസിനെ വട്ടം കറക്കി. സഹോദരനെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം സംഭവ സ്ഥലത്തു നിന്ന് പോയ വിഷ്ണു പോലീസ് പിറകെ എത്തുമെന്ന് മനസ്സിലാക്കി രാത്രി മുഴുവൻ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. സമീപത്തെ പറമ്പുകളിൽ നിന്ന് പറമ്പുകളിലേക്ക് ഓടിമാറിക്കൊണ്ടിരുന്ന വിഷ്ണുവിനെ പലരും പലയിടത്തും വെച്ച് കണ്ടു. നാട്ടുകാർ വിവരമറിയിക്കുന്നതിനനുസരിച്ച് പോലീസും ഉറക്കമൊഴിഞ്ഞ് വിഷ്ണുവിന് പിറകെ കൂടി. പക്ഷേ പിടികൂടാനായില്ല. രാത്രി വീട്ടിലെത്തിയ വിഷ്ണു പൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ തകർക്കാൻ ശ്രമിച്ചിരുന്നു. സഹോദരർ മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. കൊലപാതക വിവരമറിഞ്ഞ ബന്ധുക്കൾ വീട് പൂട്ടിയിടുകയായിരുന്നു. അതിരാവിലെ വീണ്ടും വീട്ടിലെത്തിയ വിഷ്ണു അടുത്തുള്ള ആയുർവേദ മരുന്ന് കമ്പനിയിൽ കയറി ഒളിച്ചു. രാവിലെ കമ്പനിയിലെത്തിയ ജോലിക്കാരാണ് ഇയാളെ കണ്ട് പോലീസിൽ അറിയിച്ചത്. പോലീസ് എത്തിയതറിഞ്ഞ് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച വിഷ്ണു
അവസാനം കുടുങ്ങുകയായിരുന്നു. ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വിഷ്ണുവിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ടൈൽസ് പണിക്കാരനാണ് വിഷ്ണു. വിദേശത്ത് ഹോട്ടൽ ജോലി ചെയ്തിരുന്ന യദുകൃഷ്ണൻ കൈക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. സഹോദരന്മാർ തമ്മിൽ തർക്കവും വഴക്കും പതിവാണെന്നും സംഭവം നടന്ന ദിവസം പകൽ ഇവരുടെ വീട്ടിൽ വഴക്ക് നടന്നിരുന്നതായും സമീപവാസികൾ പറയുന്നു. TCV ന്യൂസ്, പുതുക്കാട്. ഒല്ലൂർ ചിയ്യാരം ബസ് സ്റ്റോപ്പിന് സമീപം പുറകിൽ വന്ന ബസ് കടത്തിവിടാതിരിക്കാൻ നടുറോഡിൽ ബസ് ക്രോസ് ചെയ്തിട്ട് മനഃപൂർവ്വം അപകടം സൃഷ്ടിച്ച് ബസ് ജീവനക്കാരുടെ അഭ്യാസം. ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ്സിലെ യാത്രക്കാർ ഭയചിത്തരാകുന്നതിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. പൊന്നുകര തൃശൂർ റൂട്ടിലോടുന്ന മഹാദേവ് ബസ്സിലെ ഡ്രൈവർ ഹരികുമാറിന്റെ പരാതിയിൽ വരന്തരപ്പള്ളി തൃശൂർ റൂട്ടിലോടുന്ന മീനാക്ഷി ബസ്സിലെ ഡ്രൈവർ മുഹമ്മദിനെതിരെ മോട്ടോർ വകുപ്പ് കേസെടുത്തു. അപകടമുണ്ടാക്കിയ ബസ്സിലെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും നിർബന്ധിത ഡ്രൈവിംഗ് പരിശീലനത്തിന് അയക്കുമെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു അറിയിച്ചു. ചിയ്യാരം സ്റ്റോപ്പിൽ നിർത്തി മുന്നോട്ടു പോകുന്നതിനിടെയാണ് തൊട്ടുപുറകിലെത്തിയ ബസ് കടന്നു പോകാതിരിക്കാൻ മുന്നിൽ പോയ ബസ് നടുറോഡിൽ ബസ് ക്രോസ് ചെയ്തിട്ട് അപകടമുണ്ടാക്കിയത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിനും വെള്ളം കെട്ടിനിന്നുള്ള മാലിന്യ പ്രശ്നത്തിനും പരിഹാരമായി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കിഴക്കേ നടപ്പുരയിലാണ് 1 മാസത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിരുന്നത്. ഈ വെള്ളം കാനയിലെ വെള്ളവുമായി ചേർന്ന് പരിസരം മലിനമായിരുന്നു. ഇതുമൂലം ഭക്തരും വ്യാപാരികളും അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ ദേവസ്വം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കാന കീറി മലിനജലം ഒഴുക്കിവിട്ടു. പൊട്ടിയ പൈപ്പുകൾ താൽക്കാലികമായി അടച്ചു. കാനപ്പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് പൊട്ടിയ പഴയ ഇരുമ്പ് പൈപ്പ് മാറ്റി പുതിയത് സ്ഥാപിക്കും. 1 മാസത്തോളമായി ഭക്തരും വ്യാപാരികളും അനുഭവിച്ചിരുന്ന ദുരിതത്തിനാണ് വാർത്ത വന്ന മണിക്കൂറുകൾക്കുള്ളിൽ പരിഹാരമായത്. TCVയുടെ ഇടപെടലിലൂടെ പ്രശ്നം പരിഹാരമായതിൽ ഭക്തരും വ്യാപാരികളും സന്തോഷം പങ്കുവച്ചു. പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴായി പോവുകയും അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് ഇവിടെ ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് TCVയുടെ ഇടപെടലിനെ തുടർന്ന് ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയും ഇന്നേക്ക് തന്നെ അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. ഇന്ന് അവിടെ ക്ലീനായി, അവിടെ ഏരിയ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് വെള്ളം ഒഴിവായി എല്ലാം ക്ലീനാക്കി. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ കൺവെൻഷൻ K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറയുന്നവർ ഈ ജന്മത്തിലെ അച്ഛനെയും അമ്മയെയും തള്ളിപ്പറയുകയാണെന്ന് K. രാധാകൃഷ്ണൻ പറഞ്ഞു. അടുത്ത ജന്മത്തിൽ വിശ്വസിക്കാത്തയാളാണ് താനെങ്കിലും അടുത്ത ജന്മത്തിൽ എവിടെ ജനിക്കണമെന്ന് ചോദിച്ചാൽ തന്റെ അച്ഛന്റെയും അമ്മയുടെയും മകനായി തന്നെ ജനിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറയും. ബ്രാഹ്മണർ മോശക്കാരാണെന്ന നിലപാട് തനിക്കില്ല. ഓരോ കാലത്തെയും ആധിപത്യ ശക്തികളാണ് തങ്ങളുടെ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ അധീശത്വം കാണിച്ചിരുന്നത്. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി നീതിപൂർവ്വം നിയമം പരിപാലിക്കാൻ പോലീസിന് കഴിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിൽ നടന്ന സമ്മേളനത്തിൽ പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി പ്രസിഡന്റ് KC ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. P. ബാലചന്ദ്രൻ MLA, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, യുവസാഹിത്യകാരൻ അമൽരാജ് പാറമേൽ, ACPമാരായ സലീഷ് N. ശങ്കരൻ, SP സുധീരൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റി സെക്രട്ടറി ബിനു ഡേവിസ്, കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി സെക്രട്ടറി CG മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP വീണ്ടും വീണ്ടും അധികാരത്തിലെത്തും തോറും രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയാണെന്ന് K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. NGO യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം റീജിയണൽ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പ്രത്യേക തന്ത്രം BJP മെനയുകയാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതിനേക്കാൾ അസമത്വങ്ങൾ രാജ്യത്ത് പെരുകുകയാണെന്നും MP കൂട്ടിച്ചേർത്തു. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് OP ബിജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം E. നന്ദകുമാർ, P. വരദൻ എന്നിവർ സംസാരിച്ചു. കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്ത അവസ്ഥ, പക്ഷേ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോകില്ല. നിയമവിരുദ്ധമായി കള്ളുഷാപ്പിന് അനുമതി നൽകിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 300ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന അശോക് നഗറിനും കൽഹാര അപ്പാർട്ട്മെന്റിനും സമീപമുള്ള കള്ളുഷാപ്പിലേക്ക് നടന്ന മാർച്ച് KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
പാർക്കിംഗ് ഉൾപ്പെടെ യാതൊരു സൌകര്യവും ഇല്ലാത്ത കെട്ടിടത്തിനു മുകളിൽ കള്ളുഷാപ്പ് അനുവദിച്ച എക്സൈസ് വകുപ്പ് തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സാജൻ സി ജോർജ്, കൌൺസിലർമാരായ സുനിത വിനു, ലാലി ജെയിംസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ സുമേഷ്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ശ്രീദേവി, മൊയ്തീൻ എന്നിവർ പങ്കെടുത്തു. സമരക്കാർ കള്ളുഷാപ്പിന്റെ ബോർഡ് എടുത്തുമാറ്റി സമരത്തിന്റെ ബാനർ സ്ഥാപിച്ചു. NCP ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് മാതൃസംഘടനയായ കോൺഗ്രസിലേക്ക് വീണ്ടും തിരികെയെത്തുന്നു. മുൻ DCC പ്രസിഡന്റും മുൻ MLAയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായിരുന്ന PR ഫ്രാൻസിസിന്റെ മകൾ മോളി ഫ്രാൻസിസ് ആണ് NCP ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മാതൃസംഘടനയിലേക്ക് മടങ്ങിവരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്നും വിട്ടുപോയവരെ തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് PR ഫ്രാൻസിസിനെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന്റെ മകളെ തിരിച്ചുകൊണ്ടുവരാൻ പാർട്ടി മുൻകൈയെടുത്തതെന്നും ആരെയും ഒഴിവാക്കലല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തലാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. DCC ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മോളി ഫ്രാൻസിസും പങ്കെടുത്തു. പ്രാഥമിക അംഗത്വവും അതുപോലെ തന്നെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചിരിക്കുകയാണ്. രാജിക്കത്ത് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ തോമസ് കെ തോമസ് MLAയ്ക്കും അതുപോലെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ PC ചാക്കോ അവർക്കും അതുപോലെ വനവന്യജീവി വകുപ്പ് മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ AK ശശീന്ദ്രൻ അവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കാലവർഷക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ വീടുകൾക്ക് നാശം സംഭവിച്ചവർക്ക് വിതരണം ചെയ്യാൻ 5.68 കോടി രൂപ കൂടി അനുവദിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരമാണ് തുക അനുവദിച്ചത്. 2024 തൃശൂർ ജില്ലയിലുണ്ടായ അതിശക്തമായ കാലവർഷത്തിലും ഉരുൾപൊട്ടലിലും വീടുകൾക്ക് വൻതോതിൽ നാശനഷ്ടം സംഭവിച്ചിരുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 1810 കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭ്യമാവുക. കുറഞ്ഞത് 15% നാശനഷ്ടം സംഭവിച്ച ഭവനങ്ങൾക്ക് ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് KPCC സെക്രട്ടറിയും കോർപ്പറേഷൻ കൌൺസിലറുമായ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. ധനസഹായം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർ ജോൺ ഡാനിയൽ റവന്യൂ മന്ത്രി കെ രാജന് പരാതി നൽകി. രാസലഹരി വിപത്തിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ ആവിഷ്കരിച്ച ബ്രേക്കിംഗ് ഡി പദ്ധതിയുടെ ലോഗോ പ്രകാശനം എക്സൈസ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. KUWJ ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ, അരുൺ പെരുളി, വിപുൽനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. യുവതിയെ സോഷ്യൽ മീഡിയകളിലൂടെ മോശമായി ചിത്രീകരിച്ച കേസിൽ പിടികിട്ട പുള്ളി പിടിയിലായി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി സുമേഷിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശിയായ യുവതിയെ സോഷ്യൽ മീഡിയകളിലൂടെ സ്ഥിരമായി പിന്തുടർന്ന് ശല്യം ചെയ്യുകയും യുവതിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ അശ്ലീലമായും ആഭാസകരമായും പോസ്റ്റ് ചെയ്ത കേസിലാണ് അറസ്റ്റ്. ചാലക്കുടിയിൽ ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കോടശ്ശേരി മേച്ചിറ സ്വദേശി കൊല്ലം പറമ്പിൽ രതീഷ് കുമാറിനെയാണ് SHO MK സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെച്ചായിരുന്നു സംഭവം. മദ്യപിച്ച് ബൈക്കിലെത്തിയ രതീഷ് കുമാർ പോലീസ് കൈകാണിച്ചിട്ടും നിർത്താതെ പോയി. ഇയാളെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയായിരുന്നു കയ്യേറ്റം. SHO സജീവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൻ, സുരേഷ് എന്നിവരെയാണ് ബലം പ്രയോഗിച്ച് ഇയാൾ തള്ളിമാറ്റിയത്. പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് രതീഷ് കുമാറിനെ കീഴടക്കിയത്. തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ കുളമായ എരവത്തൊടി 12ാം വാർഡിലെ വെള്ളക്കുളം നാശത്തിന്റെ വക്കിൽ. തിരുവില്ലാമല എരവത്തൊടി നിവാസികളുടെ ആശ്രയമായിരുന്ന വെള്ളക്കുളം അധികാരികളുടെ അനങ്ങാപ്പാറ നയം മൂലം നാശത്തിന്റെ പാതയിലാണ്. 1 ഏക്കർ 10 സെന്റ് വരുന്ന കുളം സമീപവാസിയായ രാജൻ തിരുവില്ലാമല പഞ്ചായത്തിനെ നൽകിയതാണ്. ആദ്യഘട്ടത്തിൽ കുളം നവീകരിച്ചുവെങ്കിലും വർഷങ്ങളായി ഉപയോഗശൂന്യമാണ്. 2020ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്നു ഈ കുളം. കുളം നവീകരിക്കുന്നതിലൂടെ പരിസരങ്ങളിലുള്ള കിണറുകളിലെയും കുടിവെള്ള സ്രോതസ്സുകളിലും ജലലഭ്യത വർദ്ധിക്കുകയും അതുമൂലം കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യും. നിലവിലുള്ള കുളത്തിന്റെ പരിസരം കാട്ടുപന്നികളുടെ താവളമാണ്. വൈകുന്നേരം പന്നികൾ കൂട്ടത്തോടെ പുറത്തുവരുന്നതുമൂലം പ്രദേശവാസികൾക്കും വാഹനയാത്രകൾക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒരു പ്രദേശത്തിന് മൊത്തം ജലസ്രോതസ്സാവേണ്ട കുളം
മൃഗങ്ങളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കുളം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വഴി വളരെ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. അതിന് കുറച്ചുകൂടി വീതിയ വഴി കണ്ടെത്തി നല്ല രീതിയിൽ ജലസേചനത്തിന് ഉപയോഗപ്രദമായി ചെയ്യേണ്ടതാണ്. ഇതിന് താഴെ തന്നെ 5-8 ഏക്കർ സ്ഥലം, 8 15 ഏക്കറും നെൽകൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൂടി ഉപയോഗം വരുന്ന രീതിയിൽ നേരെയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു 15 കൊല്ലമായിട്ട് ഈ കുളം വൃത്തിയാക്കുന്നില്ല. ആകെ കാട് പിടിച്ച് നാശവശമായി കിടക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ വന്യമൃഗങ്ങളാണ്, പന്നിയാണ് മെയിനായിട്ട്. വൈകുന്നേരം ഒരു 7 മണിയായി കഴിഞ്ഞാൽ ഇതിനകത്ത് പന്നി കരക്കി കയറി ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. TCV തിരുവില്ലാമല. ഈ ചലാൻ അദാലത്തുമായി തൃശൂർ സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഈ ചലാൻ മുഖേന നൽകിയിട്ടുള്ള ട്രാഫിക് ഫൈനുകളിൽ 2021 മുതൽ അടയ്ക്കാൻ സാധിക്കാത്തതും നിലവിൽ കോടതിയിലുള്ളതുമായ ചലാനുകളിൽ പിഴയൊടുക്കി തുടർ നടപടികളിൽ നിന്നും ഒഴിവാകുവാൻ അദാലത്ത് സംഘടിപ്പിക്കും. പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുള്ളവ ഒഴികെയുള്ള എല്ലാ ചലാനുകളും അദാലത്തിലടയ്ക്കാം. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കൺട്രോൾ റൂം, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വെച്ച് ഈ മാസം 25-ന് സംഘടിപ്പിച്ചിരിക്കുന്ന അദാലത്തിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തി പിഴ ഒടുക്കാവുന്നതാണ്. കണ്ടാണിശ്ശേരിയിൽ കടയിലും വീട്ടിലുമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കടയുടമ കണ്ടാണിശ്ശേരി കളത്തിൽ ഉണ്ണികൃഷ്ണനെ എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തു. ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള കളത്തിൽ സ്റ്റോഴ്സിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി പ്രത്യേകം പാക്കറ്റുകളാക്കി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന ഹാൻസ് പിടികൂടിയത്. തുടർന്ന് ആരോഗ്യ വിഭാഗം എക്സൈസിനെ വിവരം അറിയിച്ചു. ഇരുവിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ സമീപത്തെ വീട്ടിലെ ചിമ്മിനിയുടെ പുകക്കുഴലിൽ സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഭാഗവത സത്രത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം പാരായണവും ആചരണവും നടന്നു. ദ്വാരകാ പ്രവേശനം, രുക്മിണി സ്വയംവരം എന്നിവയിൽ പേരാറ്റുപുറം കൃഷ്ണൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി. രുക്മിണി സ്വയംവരത്തിന്റെ ഭാഗമായി കൃഷ്ണ രുക്മിണി വേഷധാരികൾ നാദസ്വരത്തിന്റെയും താലമേന്തിയ സ്ത്രീകളുടെയും അകമ്പടിയോടെ കൃഷ്ണനും നാലമ്പലത്തിനു ചുറ്റും വലം വെച്ച് സത്രത്തിലെത്തി. നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സത്രം ഞായറാഴ്ച സമാപിക്കും. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരിയിൽ കഫേ മക്കാനിക്ക് സമീപം വീണ്ടും അപകടം. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പലചരക്ക് സാധനങ്ങളുമായി പോയിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ സനിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. വാണിജ്യം. പുണ്യഭൂമിയായ പാവർട്ടിക്ക് തിലകക്കുറിയായി JMJ ഫിൻടെക് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന JMJ ഫിൻടെക് ലിമിറ്റഡിന്റെ പുതിയ ശാഖയാണ് തൃശൂർ ജില്ലയിലെ പാവറട്ടി പള്ളിനടയിലുള്ള തീർത്ഥകേന്ദ്രം കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 43 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള JMJ ഫിൻടെക് ലിമിറ്റഡ് BSE ലിസ്റ്റഡ് സ്ഥാപനമാണ്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയനും JMJ ഫിൻടെക് ലിമിറ്റഡിന്റെ ചെയർമാൻ ML ജോണിയും മാനേജിംഗ് ഡയറക്ടർ ജോജു MJയും ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, വാർഡ് മെമ്പർ ജെറോം ബാബു, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും തീർത്ഥകേന്ദ്രം ട്രസ്റ്റിയുമായ OJ ഷാജൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വർഗീസ് അറയ്ക്കൽ, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി NJ വത്സൻ, കമ്പനി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജസ്റ്റിൻ തോമസ് ഒലക്കെങ്കിൽ, കമ്പനി സെക്രട്ടറി വിദ്യാ ദാമോദരൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളും നിക്ഷേപകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കായിക കേരളത്തിന്റെ കറുത്തമുത്ത് പത്മശ്രീ IM വിജയനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ചും സ്നേഹോപഹാരം നൽകിയും ആദരിച്ചു. ദക്ഷിണേന്ത്യയിൽ നിന്നും തുടങ്ങി ഇന്ത്യയൊട്ടാകെ വ്യാപിക്കുന്ന മഹാശൃംഖലയാകാനുള്ള ചുവടുവയ്പ്പാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ജോജു MJ പുതിയ ബ്രാഞ്ച് പാവറട്ടിക്ക് സമർപ്പിച്ചു. പാവറട്ടി ബ്രാഞ്ചിൽ നിന്നും ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ തുടങ്ങി നിരവധി സേവനങ്ങൾ ലഭ്യമാണ്. സാമ്പത്തിക ഇടപാട് രംഗത്ത് 1/2 നൂറ്റാണ്ടോളം നീണ്ട പ്രവർത്തനങ്ങളിലൂടെ
ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയ JMJ ഫിൻടെക് ലിമിറ്റഡിന്റെ റീജിയണൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് തൃശൂരിലാണ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,319 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പഹൽഗാം ആക്രമണത്തിൽ താക്കീതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഴുവൻ ഭീകരരെയും പിടികൂടും, കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ കൊടുക്കുമെന്നും പ്രധാനമന്ത്രി. ഫ്രാൻസിസ് പാപ്പയെ അവസാനമായി കാണാൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വൻ തിരക്ക്. സംസ്കാരം ശനിയാഴ്ച. ഫ്രാൻസിസ് പാപ്പയ്ക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ച് വെള്ളിയാഴ്ച അനുസ്മരണ റാലി നടക്കും. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമാകുന്നു. പണി പൂർത്തിയായ ചെട്ടിയങ്ങാടി ജംഗ്ഷൻ കാന വൃത്തിയാക്കലിന്റെ പേരിൽ വീണ്ടും കുത്തിപ്പൊളിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിയ യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിൻ മോചിതനായി. ജെയിൻ കൂലിപ്പട്ടാളത്തിലെത്തിയത് ഏജന്റിന്റെ ചതിയിൽപ്പെട്ട്. മോചിതനായതിൽ ആശ്വാസമെന്ന ജെയിൻ കുര്യൻ. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി പോലീസ്. ചിയ്യാരത്ത് പുറകിൽ വന്ന് ബസ് കടത്തിവിടാതിരിക്കാൻ നടുറോഡിൽ മനഃപൂർവ്വം അപകടം സൃഷ്ടിച്ച് ബസ് ജീവനക്കാർ. ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ്സിലെ യാത്രക്കാർ ഭയചകിതരാകുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിനും വെള്ളം കെട്ടിനിന്നുള്ള മാലിന്യ പ്രശ്നത്തിനും പരിഹാരമായി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.